ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലേവർക്കും സ്നേഹവന്ദനം. ദൈവിക വിടുതൽ എന്ന വിഷയത്തെ തിരുവചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണല്ലോ. അതിനുദാഹരണമായി ആസ എന്ന രാജാവ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് പറ്റിച്ചേരുകയും ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുകയും ശുദ്ധീകരിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും അനീതിയിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് അനീതി ചെയ്യുന്നവരോട് സന്ധി ചെയ്യാതെ ഒരു തരത്തിലുമുള്ളതായ ഒരു കോംപ്രമൈസ് ചെയ്യാതെ സ്വന്തം അമ്മയായിട്ട് പോലും ദൈവത്തിന് ഹിതമല്ലാത്തത് പ്രവർത്തിച്ചപ്പോൾ രാജ്ഞി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത് അത്രത്തോളം ദൈവത്തോട് തീഷ്ണതയോട് ദൈവത്തിൻ്റേതായ ഹിതത്തിന് വേണ്ടി നിന്ന രാജാവാണ് ആസ രാജാവ്. എന്നാൽ 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആസയുടെ അവസാന നാളുകളെപ്പറ്റി നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഒരു പരാജിതനായി തകർന്നവനായി ദൈവത്തിൽ നിന്നും മാറിപ്പോകുന്നവനായിട്ടാണ് കാണുന്നത്. ഈ അവസരത്തിൽ നമ്മൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് തരുന്നതായ ആ ഒരു മുന്നറിയിപ്പ് അത് ഇപ്രകാരമാണ്: ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അതേ പ്രിയമുള്ളവരെ, ഓരോ ആത്മീകനും ഈ കാലഘട്ടത്തിൽ ദൈവീക നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് പ്രാർത്ഥനയിൽ മുന്നേറുന്നതായി എനിക്കും നിങ്ങൾക്കുമുള്ളതായ ഒരു മുന്നറിയിപ്പാണിത്. അതേ ദൈവീക വിടുതലിനു വേണ്ടി ദൈവത്തോട് പറ്റിച്ചേരുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദൈവം നമുക്ക് സമൃദ്ധിയായ വിടുതലും അനുഗ്രഹങ്ങളും നൽകി തന്ന അനുഗ്രഹങ്ങളുടേതായ ആ നിറവിൽ പലപ്പോഴും ഈ അനുഭവം ഇന്ന് അനേകർക്ക് സംഭവിക്കുന്നു. എന്താണ് ആസയ്ക്ക് പറ്റിയ പരാജയം? 15-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ദൈവാലയത്തിലേക്ക് വെള്ളിയും പൊന്നും കൊണ്ടുകൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ആസ രാജാവ് 16-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അപ്പോൾ ആസ യഹോവയുടെ ആലയത്തിലെയും രാജധാനിയിലെയും ഭണ്ഡാരങ്ങളിൽ നിന്ന് വെള്ളിയും പൊന്നും എടുത്ത് ദമ്മശ്ശേക്കിൽ വസിച്ച ആരാം രാജാവായ ബെൻ ഹദദിന് കൊടുത്തയച്ചു. ദൈവത്തിൽ നിന്നും മനുഷ്യരിലേക്ക് അല്ലെങ്കിൽ ആരാം രാജാവിലേക്ക് തൻ്റെ ആശ്രയത്തെ തിരിക്കുന്നതായ ആസ രാജാവ്. അതേ പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, ദൈവത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും, ഉപേക്ഷിച്ചാൽ ദൈവം അവരെ ഉപേക്ഷിക്കും. എക്സാക്ട്ലി അത് തന്നെയാണ് ഈ ആസ രാജാവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നത്. അതിനുശേഷം നമ്മൾ താഴോട്ട് പഠിക്കുമ്പോൾ ആസ ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോകുന്നത് ദൈവം മനസ്സിലാക്കിയപ്പോൾ ഒരു ദൂതനെ അയച്ച്, ഒരു പ്രവാചകനെ അയച്ച് ഈ ആസ രാജാവിനെ ദൈവസന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവരുവാനായിട്ട് തൻ്റെ തെറ്റുകളെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ദയവായിട്ട് ഈ ഒരു അധ്യായം ഇന്ന് വായിച്ചു പഠിക്കണമേ. അതിൻ്റേതായ 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ ഈ പറയുന്നതായ വചനത്തെ അവിടെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം വിവരിപ്പാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക. അവിടെ എന്താ കാണുന്നത്? ദർശകനായ ഹനാനി വന്ന് ഈ ആസ രാജാവിനോട് തൻ്റെ കുറവിനെ പറ്റിയും താൻ ദൈവത്തിൽ നിന്ന് അകലുകയാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി കൊടുത്തപ്പോൾ ആസ രാജാവ് ദർശകനോട് ക്രുദ്ധിച്ചു, അദ്ദേഹത്തെ ജയിലിൽ അടച്ചു, ജനത്തെ പീഡിപ്പിച്ചു. അതേ പ്രിയമുള്ളവർ, ദൈവം ഒരവസരം കൊടുത്തു. ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതായ രാജാവിനെ വീണ്ടും ദൈവസന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ദൈവം ഒരു വഴി, ഒരു മുഖാന്തരം, ഒരവസരം കൂടി ദൈവം കൊടുത്തു. എന്നാൽ അതിനെയും തള്ളിക്കളഞ്ഞതായ ആസ അവസാനത്തിൽ ദൈവത്തിൽ നിന്നുള്ള ആശ്രയം അവസാനിപ്പിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതേ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ ദൈവത്തോട് പ്രാപിച്ച് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് മുന്നേറുമ്പോൾ ആസയെപ്പോലെ ദൈവത്തിൽ നിന്നുള്ള ആശ്രയം വിട്ട് മനുഷ്യരിലേക്കുള്ള ആശ്രയത്തിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ശക്തികളിലോ വ്യക്തികളിലോ ആശ്രയിക്കുവാനായിട്ട് പോയി ദൈവിക ആശ്രയത്തിൽ നമ്മൾ അകലുമ്പോൾ, പറ്റിച്ചേർന്ന ദൈവത്തിൽ നമ്മൾ അകലുമ്പോൾ ദൈവത്തിന് നമ്മളെ ഒരിക്കലും തള്ളിക്കളയുവാനായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ പലപ്പോഴും നമുക്ക് മടങ്ങി വരുവാനുള്ളതായ അനേക അവസരങ്ങളെ തരും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതായ ആരുടെയെങ്കിലും ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇതുപോലൊരു പിന്മാറ്റ അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം അവർക്ക് അവസരങ്ങളെ അനവധി കൊടുക്കും. ആസയ്ക്ക് അവസരങ്ങളെ കൊടുത്തു, എന്നാൽ അവൻ തിരിച്ചറിഞ്ഞില്ല.
അതേ, നമ്മൾ തിരിച്ചറിയാതെ പോയാൽ വലിയൊരു ശിക്ഷാവിധിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരും വീണുപോകും. എന്നാൽ ദൈവം തരുന്നതായ മുന്നറിയിപ്പുകളെയും മടങ്ങി വരുവാൻ ദൈവം തരുന്ന അവസരങ്ങളെയും പ്രാർത്ഥനയോടെ, അത് ദൈവവചന ധ്യാനത്തിലൂടെയാണെങ്കിലും ഒരു പ്രസംഗം കേൾക്കുന്നതിലൂടെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ വെളിപ്പെടുത്തി തരുമ്പോൾ ഒരു മടങ്ങിയ വരവ് നമുക്ക് ആവശ്യമാണ്. അവിടെ നമുക്കൊരു വിടുതൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതല്ല, ദൈവത്തോട് മറുതലിക്കുകയാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, ആസായുടെ ജീവിതം അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു, ആ ദർശകനോട് ക്രുദ്ധിച്ചു, ദർശകനെ പീഡിപ്പിച്ചു, ജനത്തെ പീഡിപ്പിച്ചു. അവസാനം അവിടെ നമ്മൾ വായിക്കുന്നു, ആസയുടെ കാലിന് ഒരു രോഗമുണ്ടായി. ആ രോഗം വന്നപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചതായ ആസാ രാജാവ് വൈദ്യന്മാരിൽ ആശ്രയിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. ദൈവത്തിലുള്ള ആശ്രയത്തെ ഉപേക്ഷിച്ച് മനുഷ്യരുള്ള ആശ്രയത്തിലേക്ക് മാറുന്നതായ ആസാ രാജാവ്. അവസാനങ്ങൾ നമ്മൾ കാണുന്നു, ആസയുടെ ജീവിതം പരാജയപ്പെട്ടു. അതെ, അവൻ മരിച്ചു. ആ രോഗത്തിലൂടെ അവൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അതെ, ഒരു നിരാശ നിറഞ്ഞതായ ഒരനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. ദൈവം എന്തിനാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്? പ്രിയമുള്ളവരെ, വിടുവിച്ച ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അന്ത്യം വരെയും വിടുതൽ തന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾക്ക് അനുഗ്രഹങ്ങളും ഉയർച്ചകളും ഭൗതികവും ആത്മീയമായിട്ടൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ നാം നമ്മിൽ തന്നെ ആശ്രയിക്കാതെ, ലോകപ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ, മനുഷ്യരുമായി സന്ധി ചെയ്യാതെ ഈ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് അവസാനത്തോളം ഈ ദൈവകൃപയെ നിലനിൽക്കുന്നവന് മാത്രമാണ് ജീവകിരീടമുള്ളത്. അതുകൊണ്ട് നമ്മൾ ഭൗതികമായ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ നമ്മുടെ അവസാനം വരെയുള്ളതായ ആത്മീയ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് അവസരങ്ങളെ തരുമ്പോൾ, എവിടെയെങ്കിലും തെറ്റിപ്പോകുന്നുവെങ്കിൽ ദൈവം അവസരങ്ങളെ തരുമ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കുക. തീർച്ചയായും ദൈവം നമ്മളെ രക്ഷിക്കും, നമ്മളെ വിടുവിക്കും, നമ്മളെ അവസാനം വരെയും നിത്യതയോളം നമ്മളെ കാക്കുകയും ചെയ്യും. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ആസാ രാജാവിനെ പോലെ ആരെങ്കിലും അനുഗ്രഹം പ്രാപിച്ച് കർത്താവെ ആ അനുഗ്രഹത്തിൽ നിന്നും മാറി ലോകപ്രകാരമുള്ളതായ ജീവിതത്തിലേക്ക് തങ്ങളുടെ ആശ്രയം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മടങ്ങി വരവ് നൽകി കർത്താവിൻ്റെ സന്നദ്ധിയിൽ അവസാന നിമിഷം വരെയും കർത്താവിനോട് പറ്റിച്ചേർന്ന് നിന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിയാതെ ആ നിത്യതയ്ക്കായി കാംക്ഷിപ്പാൻ, ആ നിത്യതയോളം നിലനിൽക്കുന്നതായ ദൈവീകമായ കൃപയിൽ ആശ്രയിപ്പാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. ഈ വചനം കേൾക്കുന്നതായ ഒരൊറ്റ വ്യക്തി പോലും അവരുടെ പ്രിയപ്പെട്ടവരാരും ഈ നിത്യരാജ്യം നഷ്ടപ്പെടുത്തുവാനായിട്ട് ഇടയാക്കരുത് കർത്താവെ. എല്ലാവരും ആ നിത്യതയ്ക്ക് അവകാശികളായി തീരണമേ. ആരും കർത്താവെ നഷ്ടപ്പെട്ടു പോകരുത്. പിന്മാറ്റക്കാരെ മടക്കി വരുത്തണമേ. കൃപയിൽ പരിപാലിക്കണം. നിത്യതയെ ഞങ്ങൾ ദൈവത്തിൽ സന്തോഷിപ്പാൻ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.